ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ 4ാമത്തെ കൺട്രിയായ എസ്റ്റോണിയ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എസ്റ്റോണിയ ഒരു ബാൾട്ടിക് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ലാറ്റ്വിയ, ലിത്വാനിയ വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു കൺട്രിയാണ് എസ്റ്റോണിയ. ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴേക്കും ഞാൻ അവിടെ എത്തി. ഞാൻ ഹോസ്റ്റൽ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഞാൻ അവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോസ്റ്റൽ വേൾഡിൽ റൂം ബുക്ക് ചെയ്യുന്നത് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല കിച്ചൺ അടക്കം അങ്ങനെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. റൂമിൽ ചെന്നൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ നേരെ ഓൾഡ് ടൗണിലേക്ക് ഇറങ്ങി. ഓൾഡ് ടൗണിനെ പറ്റിയിട്ട് പിന്നെ പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിക്ക് കാണാനുണ്ടായിരുന്നു. കാരണം ലാറ്റ്വിയ, ലിത്വാനിയ വെച്ച് നോക്കുമ്പോൾ എസ്റ്റോണിയയുടെ ഓൾഡ് ടൗൺ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ടളിൻ ആയിരുന്നു എസ്റ്റോണിയയുടെ മെയിൻ സിറ്റി. എൻ്റെ മുന്നിൽ കാണുന്ന ഈ കെട്ടിടങ്ങൾക്കെല്ലാം 800 വർഷത്തോളമായി പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വസിക്കണം. 800 വർഷം പഴക്കമുള്ള ഒരു നഗരമാണ് ടളിൻ്റെ ഓൾഡ് ടൗൺ. പണ്ട് കാലത്ത് ഒരുപാട് വ്യാപാരം നടന്ന സ്ഥലങ്ങളാണ് എൻ്റെ ചുറ്റും കാണുന്ന ഈ മതിലുകളും ഈ ഇടവഴികളും എല്ലാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ടളിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലേസിലേക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ അന്തരീക്ഷമാണ്. കാരണം നമ്മൾ ഈ ഒരു കെട്ടിടയിലേക്ക് പോകുന്നത് അതിൻ്റെ വഴികൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും എസ്റ്റോണിയക്ക് വരുമ്പോൾ ഈ ഒരു പ്ലേസ് മസ്റ്റ് വിസിറ്റിംഗ് ആണ്. ഈ ഒരു കെട്ടിടൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ടളിൻ പണ്ട് റഷ്യൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്ന സമയത്ത് റഷ്യൻ കൊത്തുപണികളോട് കൂടി നിർമ്മിച്ച ഒരു കത്തീഡ്രലാണ്. ഇവിടെ 11 മണികളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ മണിക്ക് ഏകദേശം 15 ടൺ ഭാരമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പോകുന്ന ഈ വഴികളിലൂടെയാണ് മധ്യകാലഘട്ടത്തിലെ വ്യാപാരികളും രാജാക്കന്മാരും സൈനികരും നടന്നിട്ടുള്ളത്. ഈ കാണുന്ന പോസ്റ്ററുകൾ ഒരു പ്രതിഷേധ സമരത്തിന്റെ പോസ്റ്ററുകളാണ്. എസ്റ്റോണിയ സ്വന്തം ചരിത്രത്തിൽ തന്നെ സ്വാതന്ത്ര്യത്തിനായി വലിയ പോരാട്ടങ്ങൾ നടത്തിയ രാജ്യമാണ്. എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. യാത്രകൾ മനോഹരമായ കാഴ്ചകൾ കാണാൻ മാത്രമല്ല, ഓരോ രാജ്യത്തിന്റെയും ചരിത്രവും ജനങ്ങളുടെ വികാരങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ടളിൻ്റെ ഓൾഡ് ടൗൺ ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. എനിക്ക് ഇനിയും ഒരുപാട് ദൂരം പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം അതിനെന്നെ സമ്മതിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.